എന്താ ഇപ്പൊ ഇവിടെ ലൈറ്റ് വലിച്ചൊന്നും കാണാൻ എന്നിവിടെ ആരും നീച്ചിട്ടൊന്നും എവിടെ ഒരു മനുഷ്യന്മാരി നീ പൊരേല് നീച്ചു വന്നിട്ടിയല്ല. എന്താ ഇപ്പൊ കഥ? വല്ലാത്തൊരു പെണ്ണുങ്ങൾ തന്നെയാണ് ഈ പൊരേത്തെ പെണ്ണുങ്ങള്. ഇന്നിപ്പോ സെമീറാക്ക് എന്തേ പറ്റിയത്? സെമീറ വല്ലാത്തൊരു കഥയാണ് മക്കളെ ഇങ്ങളെ കഥ. പടച്ചോനെ 6:30 കഴിഞ്ഞല്ല. ഇനി ഉമ്മാന്റെ തൊള്ളേന്ന് നല്ലോണം കേൾക്കാം. കാര്യമാണ് നോക്കാം. സെമീറ ഈ പെണ്ണിന് ചെവിയും കേൾക്കണില്ല. അതിഞ്ഞ് മൂട്ടുക്ക് വെയിലുദിക്കോളം കിടന്നുറങ്ങാനുള്ള തീരുമാനാണാവോ. ഉമ്മ ഞാൻ അറിഞ്ഞില്ല ഉമ്മ, ഇന്നലെ കിടന്നപ്പോ കൊറേ നേരം വഴുകിയില്ലേ. ഇങ്ങനെ മൂട്ടുക്ക് വെയിലുദിക്കോളം കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിലേ ഈ പൊരേ കീപ്പട്ട് താന്ന് പോവുള്ളൂ, മേപ്പെട്ട് ഒരിക്കലും ഉയരൂല. പിന്നെ ആകാശത്തോളം ഉയർന്നിക്കണല്ല ഈ വീട്. ഒരു ദിവസം നേരം വൈകി എണീറ്റപ്പറ്റിനാണ് ഇമ്മാതിരി വർത്താനം പറഞ്ഞത്. ഇനിയിപ്പോ ചായ ഒക്കെ വന്നുകൊണ്ട് വെച്ചാലെന്താ? എപ്പം നീച്ചിട്ടുണ്ടെങ്കിലും എന്താ, ഒരു ഗ്ലാസ് ചായ ഇവിടെ വെച്ചോളൂ. ഗ്യാസിന് അടുത്തും കൂടി കത്തിക്കണ്ട, അതിന് പോലും വയ്യ. സെമി ഓ ഇനിയിപ്പോ എന്തിനാണോ വിളിച്ചത്? അതാ വരണോ. എത്ര മുക്കിടിയും കഷായും മരുന്ന് ഒളിക്കുകയും കുടിച്ചിട്ടും കാര്യം എന്റെ നടുവേദനക്ക് ഒരാൾക്കും ഇല്ല. പിന്നെ ഇനിയും കൊണ്ടേ പോവുകയാണാവും. കൊമ്പിട്ടുങ്ങാണ്ട് ഒരു ഓലക്കോടി എടുക്കാൻ വയ്യക്ക്. ഉമ്മ എന്താ വിളിച്ചു? ആ സാജിദ് എണീറ്റില്ലേ? അറിയൂലമ്മ, ഇതുവരെ അടുക്കളക്ക് കണ്ടില്ല. ആ പെങ്കുച്ചേ ഇപ്പൊ കേറി വന്നതല്ലേ, അപ്പൊ ഇവിടുത്തെ ചിട്ടിയും കാര്യങ്ങളൊക്കെ ഇജ് വേണം പറഞ്ഞു കൊടുക്കാന്. ഇന്ന് നേരെ വൈകി എണീറ്റ പോലെ എന്നും ഇനി ഇവിടെ അത് നടക്കൂലെന്നൊന്ന് പറഞ്ഞു കൊടുക്കോണ്ടി. ഈ പൊരയിലെ സുബി ബാങ്ക് കൊടുക്കണതിന്റെ മുന്നേ എണീക്കണം. ഇല്ലാന്നുണ്ടെങ്കിലേ ഇങ്ങനെ സൂര്യൻ ഉദിക്കണവരെ കിടന്നുറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കില് ഈ പൊരയിലുള്ള റഹ്മത്തും ബർക്കത്തും ഉണ്ടല്ല അങ്ങോട്ട് ഒലിച്ചു പോവും. അതൊന്ന് ആ പെങ്കൊച്ചിനോട് പറഞ്ഞു കൊടുക്കോണ്ടി. ശരിമ്മ, ഞാൻ പറഞ്ഞു കൊടുക്കാം. ആര് പറഞ്ഞു കൊടുക്കണം? ആരോട് ഞാൻ പറയണം? ഉള്ളതും കണക്ക, വന്ന് കേറിയതും കണക്ക. പറഞ്ഞു കൊടുക്കാൻ എന്താ, ചെറിയ കുട്ടിയാണല്ലോ, ഒരാഴ്ച ആവാറായി കല്യാണം കഴിഞ്ഞിട്ട്. ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിക്കൂടെ? പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാന്. ഇനിയിപ്പോ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടാണ് എന്റെ നേരത്തെ എല്ലാരും കൂടി കയറാൻ. നിങ്ങളെന്താ ഒറ്റക്ക് നിന്ന് സംസാരിക്കണേ? ഞാൻ എന്ത് സംസാരിക്കാന്?
ഞാൻ ദോശക്കല്ലിനോട് പറയായിരുന്നേ, കുറെ ആയില്ലേ എൻ്റെ കൂടെ കൂടിയിട്ട്. ചില സമയത്തെ ദോശ അടി പിടിച്ചിങ്ങാണ്ടാണ് കിട്ടാൻ പണിയാണ്. അപ്പൊ എല്ലാം കണ്ടും കേട്ടൊന്ന് മനസ്സിലാക്കി കൂടെന്ന് ഞാൻ പറയായിരുന്നു. ഇത്ത, ഇനി എന്താ പണിയുള്ളത്? ഞാൻ ചെയ്യാം. സാജി, പറയണോണ്ട് ഒന്നും തോന്നരുത്. നീ പറഞ്ഞത് കൊണ്ട് ഞാൻ പറയാണ്. ഒരു ദിവസേ നീ അടുക്കളയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പുറം പണി എടുക്കാം. ഞാൻ പുറം പണി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നീ അടുക്കളയിൽ നിന്നോ. പറഞ്ഞത് മനസ്സിലായ എനിക്ക്? ആ, മനസ്സിലായിത്താ. ആ, മനസ്സിലായോ എന്തോ? അതങ്ങ് ഇതിനെ ചൊല്ലിട്ട് വേറെ എന്തെങ്കിലും പറഞ്ഞു വരുമോന്ന് ആർക്കറിയാം. ഇപ്പത്തെ കാലത്ത് നല്ലതും ചെയ്യാൻ പാടിയാത്ത കാലം. അല്ല ദോശക്കല്ലേ, ഞാൻ വെറുതെ ഒന്ന് സാഹചര്യം താങ്ങിയതാ. അത് കേട്ടപ്പോ ഈ എന്തപ്പോ ഈ കാട്ടണത്? ദോശ അടി പിടിക്കുക വേണ്ടട്ടാ. ഹലോ ഉമ്മ. ആ മോളെ, എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷം? കുഴപ്പമൊന്നുമില്ലമ്മ. ആ ഉമ്മ, എനിക്കൊരു ചായ പോലും ഉണ്ടാക്കാൻ അറിയില്ല, പിന്നെ ഒരു പാത്രം പോലും കഴുകാൻ അറിയില്ല. എന്നോട് ഇവിടുത്തെ പണിയൊക്കെ എടുക്കണം എന്ന് പറയണത്. എടി പൊട്ടി, അങ്ങനെ പറയുമ്പോത്തിന് പണിയെടുത്ത് കാണിച്ചു കൊടുക്കരുത്. അവിടെയും ഇവിടെയും തട്ടിമുട്ടി നിന്നേ സമയം കളയണം. ആ പിന്നെ നിന്റെ അമ്മായിമാനെ പതുക്കെ പതുക്കെ കുപ്പിയിലാക്കി എടുത്തോനി. പിന്നെ മൂത്തച്ചി, അതിനെ വല്ലാതെ മെയിൻ്റെ ചെയ്യാന്ന് പോണ്ടനി. ഞാൻ പറഞ്ഞതിൻ്റെ പൊരുള് മനസ്സിലായാ? ആ ശരി, എന്നാ ഞാൻ വെക്കുക. പറഞ്ഞതൊക്കെ നല്ലോ ഓർമ്മ വേണം. ആ ശരി ഉമ്മ. ഞാൻ എന്തിനാ പേടിക്കണത്? ഇതുപോലൊരു ക്ലാസ് എടുത്തു തരാൻ നല്ലൊരു ഉമ്മ ഉണ്ടാവുമ്പോൾ